മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി. 13 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. 175 ഘനഅടി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞതിനാൽ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിലെ റൂൾ ലെവൽ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ 11:30 തമിഴ്നാട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തിയത്. 13 സ്പിൽവേ ഷട്ടറുകൾ 10 സെൻറ്റിമീറ്ററാണ് ഉയർത്തിയിരിക്കുന്നത്. ഇതിലൂടെ 175 ഘനയടി വെള്ളമാണ് സെക്കൻഡിൽ പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇത് വളരെ നാമമാത്രമായിട്ടുള്ള വെള്ളം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടും അത് പെരിയാറിൻ്റെ ജലനിരപ്പിൽ അത് പ്രതിഫലിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ വൃഷ്ടിപ്രദേശത്തും മഴ കുറവാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ജലനിരപ്പ് ഇപ്പോൾ പെരിയാറിലില്ല. ഇപ്പം നമ്മൾ സാധാരണ ഇത് ശീലിച്ചു പോയി. ഇപ്പം ഇത്രം വെള്ളം തുറന്നു കഴിഞ്ഞാൽ ഒരു അളവിന് വരുവുള്ളെന്നൊരു ഉറപ്പുണ്ട് നമുക്ക്. സാധാരണഗതിയിൽ രാത്രി തുറന്നു വിടാതിരുന്നാൽ മതി. ഇങ്ങനെ പകൽ തുറന്നു വിട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കരുതലോടെ ഇരിക്കാം, അല്ലെങ്കിൽ നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം. എങ്ങനെ തുറക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പകൽ തുറക്കുകയാണെങ്കിൽ നമുക്കൊരു വിഷയമില്ലല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമല്ലോ. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല. പഴയ പോലെയല്ല, അവരെ മുന്നറിയിപ്പ് തരികയും നമ്മളെ അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ആശങ്കയില്ല. മുല്ലപ്പെരിയാർ ഡാം തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇവരെ മാറ്റി പാർപ്പിക്കുന്നതിനായി 20 ദുരിതാശ്വാസ ക്യാമ്പുകളും ഒരുക്കിയിരുന്നു. പക്ഷേ നിലവിൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ തീരദേശവാസികൾ ആരും ഇവിടെ നിന്ന് മാറി പാർത്തിട്ടില്ല. അവരെല്ലാം വീടുകളിൽ തന്നെ കഴിയുകയാണ്. ഇനിയിപ്പോൾ 30-ാം തീയതിക്ക് ശേഷം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റൂൾ ലെവലിൽ മാറ്റം വരും. അത് 136.30 അടിയായി മാറും. സ്വാഭാവികമായും തമിഴ്നാട് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഷട്ടറുകൾ പൂർണ്ണമായും അടയ്ക്കുകയോ ചെയ്യാനാണ് സാധ്യത. എന്തായാലും വലിയൊരു ആശങ്കയാണ് നീങ്ങിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരദേശവാസികൾക്കടക്കം ആശങ്കയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലടക്കം നേരത്തെ തമിഴ്നാട് ഷട്ടറുകൾ ഉയർത്തി അധിക ജലം പുറത്തേക്ക് ഒഴുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയാണ് തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. വള്ളക്കടവിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.